യൂനസ് ഈ കെട്ടിടത്തിൻ്റെ ഉടമയാണ്. നമസ്കാരം ശ്രീ യൂനസ്. ഇപ്പോൾ ഒരു വലിയ പ്രതീക്ഷാനിർഭരമായ ഒരു വിവരം വരുന്നത് ഈ 80 മീറ്റർ ആഴം വരെ 16 മീറ്റർ ആഴത്തിൽ വരെ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയുടെയോ ഒരു ജീവസാന്നിധ്യമുണ്ട് എന്നാണ്. ശ്വാസമോ അതല്ലെങ്കിൽ ശരീരം ഇളക്കുന്നതോ ആണ് റഡാറിൽ തെളിയുക. അതിനുള്ള സാധ്യത ആ ഭാഗത്ത് കാണുന്നുണ്ടോ യൂനസ്? ആരെങ്കിലും ആ ഭാഗത്ത് യൂനസിൻ്റെ ബന്ധുക്കളോ യൂനസിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരോ മറ്റും മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ? ആ ഭാഗത്ത് എന്താണ് ഉണ്ടായിരുന്നത് യൂനസ് ഇപ്പോൾ ഈ തിരയുന്ന സ്ഥലത്ത്? ഞാൻ ഈ തെരയുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പാണ് അവിടുന്ന് തിരിച്ചു വന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 2 ഇറ്റാച്ചി വെച്ചിട്ട് നമ്മളെ വീട് മൊത്തം ക്ലിയർ ആക്കിയതാണ്. അതായത് നമ്മുടെ വാപ്പ തൊട്ട് ഏട്ടന്റെ വീട്ടിൽ നിന്ന് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് അവിടുന്ന് പിന്നെ ഈ വീട്ടിപ്പം നമ്മൾ റഡാർ കണ്ട വീട്ടിൽ വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്, രാത്രി കടന്നത്. അതാണ് എനിക്ക് പറയുന്നത്. ഇപ്പൊ നമ്മൾ ആ കാണിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളെ അടുക്കള ഭാഗമാണ് കാണിക്കുന്നത്. അത് യൂനസിന്റെ വീട് തന്നെയാണോ അത്? എന്റെ വീട് തന്നെയാണ് അത്. എന്റെ തറവാടാണ് അത്. യൂനസ് ഈ അപകടം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഞാൻ അവിടെ ഇല്ല. എന്റെ തറവാടാണ് അത്. ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എന്റെ വീട് കൽപ്പറ്റയാണ്. ഇവിടെ ആരൊക്കെ ഉണ്ട്? വാപ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വാപ്പയെ മണ്ണിനടിയിൽപ്പെട്ടോ അതോ രക്ഷപ്പെടുത്താൻ സാധിച്ചോ? വാപ്പാനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. വാപ്പയാണ് മിസ്സിങ്. വാപ്പയും ഏട്ടനുമാണ് മിസ്സിങ്. വാപ്പയും യൂനസിന്റെ ഏട്ടനുമാണോ? എന്റെ ഏട്ടനാണ്, വാപ്പയാണ്. വാപ്പയുണ്ട്, ഏട്ടനുണ്ട്. ഏട്ടന് അപ്പുറത്തെ വീട്ടിലായിരുന്നു. ആ വീട്ടിൽ നിന്ന് വാപ്പ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ തറവാട്ടിൽ വന്നിട്ടാണ് കടന്നത്. എന്റെ വീട്ടിൽ വന്നിട്ടാണ് കടന്നത്. വാപ്പ ഒറ്റയ്ക്കാണോ അവിടെ കിടക്കാറ്? വാപ്പ ഒറ്റയ്ക്കാണ് അവിടെ കടന്നത്. അപ്പൊ ഇപ്പൊ ഈ തെരച്ചിൽ നടക്കുന്ന ഈ JCBയുടെ മെഷീൻ നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ, അതിന്റെ അടുക്കളയായിരുന്നോ? അടുക്കള കുറച്ച് അത് അടുക്കളന്റെ ഭാഗമാണ്. ഈ JCB ഇപ്പൊ നിൽക്കുന്നത് റോട്ടിലാണ് നിൽക്കുന്നത്. അത് ഇപ്പൊ തെരഞ്ഞ ഭാഗം അടുക്കളന്റെ ഭാഗമാണ്. അവിടെ കിണറോ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടായിരുന്നു? അവിടെ കിണറുണ്ട്. ഞാൻ രാവിലെ അവിടെ കാണിച്ചതാണ്. അവിടെ റിംഗ് ഉണ്ടല്ലോ. പക്ഷെ NDRFന്റെ സംഘം അവിടെ പരിശോധന നടത്തി അല്ലേ? അവിടെ നടത്തി. ഞങ്ങള് 2 ഇറ്റാച്ചി വെച്ചിട്ടുണ്ട്. മൊത്തം ഞാൻ എടുത്തിട്ടാണ് പിന്നെ ഒരു അപ്പുറത്തോട്ട് പോയത്. ഈ യൂനിസ് ഒരു സംശയം ചോദിച്ചോട്ടെ, ഇവിടെ മറ്റു വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു പ്രദേശമായിരുന്നു അവിടെ? അവിടെ നമ്മളാ ഭാഗത്തൊന്നും വന്യമൃഗങ്ങളൊന്നും വരലില്ല. അതല്ല, മുകളിൽ ഈ പുഞ്ചിരിമട്ടം ഭാഗത്തൊക്കെ വന്യമൃഗങ്ങൾ വരലുണ്ട്. അപ്പൊ ഒരുപക്ഷെ അവിടെ നിന്ന് ഈ മണ്ണൊഴുകി വന്ന് ഈ ഭാഗത്തേക്ക് വരാനും സാധ്യതയുണ്ട് അല്ലേ? സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ജീവനിൽ വേണമെന്നുണ്ടെങ്കിൽ ശ്വാസം വേണം എന്നുണ്ടെങ്കിൽ ഒരു വായു സഞ്ചാരം വേണം. വായു സഞ്ചാരത്തിനായിട്ട് എന്തെങ്കിലും സാധ്യത എവിടെയുണ്ടോ? അതായത് പാളികൾ ഇളകി കിടക്കുകയോ അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും എനിക്ക് പണ്ടത്തെ ബിൽഡിംഗ് ആയിരുന്നു മുകളിലുള്ളത്. പിന്നെ അത് നമ്മളെ ജ്യേഷ്ഠന്മാരൊക്കെ എടുത്തിട്ട് 2 ആൾ എടുത്തിട്ടാണ് പുതിയ ബിൽഡിംഗ് കെട്ടിയത്. അപ്പോൾ യൂനസിന്റെ വീടിന്റെ അടുക്കളയുടെ ഭാഗത്തുള്ള മണ്ണ് മാറ്റിയാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഓക്കെ. അതിന്റെ തൊട്ടപ്പുറത്താണ് സുനിൽകുമാറിന്റെ വീട്. അതിന്റെ അപ്പുറത്താണ് സുദേവന്റെ വീട്. അതിന്റെ തൊട്ടിപ്പുറത്താണ് സുദേവന്റെ വീട്. അതിന്റെ അപ്പുറത്താണ് നാസറിന്റെ വീട്. നാസറാണ് മിസ്സിങ്. നാസറും എന്റെ ഫാദറുമാണ് മിസ്സിങ്, മെയ്തീൻകുട്ടി. ഓക്കെ. താങ്ക് യു യൂനസ്. എന്തായാലും പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം.